പറ. ഇനി പറ, ഞാൻ കേൾക്കാൻ. പേരിലൊരു കംപ്ലൈന്റ് കേട്ടില്ല. നീ ബാത്റൂമിൽ പോലും ചെരുപ്പിടാണ്ട് നടക്കണേ. അയ്യേ കഷ്ടം. ഈ സോഫയമൊക്കെ കാല് വെച്ച് കയറിക്കുന്നത്. ഏതായാലും നന്നായി. കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. ഈ സോഫയമൊക്കെ കാല് വെച്ച് കയറിക്കുന്നത്. അതുകൊണ്ട് ഇല്ലിന്റെ ഇടയിൽ വറ്റ് കുത്തിയിട്ട് തന്നെ അല്ലാണ്ടെന്താ പറയാ. ആഞ്ജനേയ സ്വാമി, തനിക്കൊരു നാണവും തോന്നില്ലേ? അത് പറയാൻ എനിക്കൊരു നാണവും ഇല്ല. അഴിച്ചിരിക്കും. നീ എന്നെ നാണം പഠിപ്പിക്കാൻ. പട്ടിയുടെ പാല് 12 കൊല്ലം കുഴലിട്ടാലും വളഞ്ഞായിരിക്കത്തുള്ളൂ. അതിപ്പോ പട്ടിയുടെ കാര്യം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ജാസ്മിനെ മോളെ, അത് ചെയ്യലടാ, അത് ശരിയല്ലടാ. എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നു? എല്ലാം മര്യാദയുള്ള കുട്ടിയാണെന്ന് അവർക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. നമ്മളെല്ലാരും ബാധിക്കുന്ന കാര്യമല്ലേ? ഇത്രയും അലമ്പ് പിള്ളേരെ എന്റെ കരിയർ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ, കരുതിക്കുട്ടിയല്ലേ. സമ്മതിക്കില്ല. അവള് കാല് ആലോചിച്ചിരിക്കട്ടെ. ഇപ്പൊ തന്നെ ഇവനെ കണക്കാക്കി നിർത്തി പറഞ്ഞു വിട്ടേക്ക്. ഇങ്ങനെയുള്ളൊരു വീട്ടിൽ നിർത്താൻ പറ്റില്ല. വല്ലാത്തൊരു പടപ്പുകള്. ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും.